ഞാൻ ലിസ ലാലു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് രാമചരിതത്തെയും അതുപോലെ തന്നെ പാട്ടുപ്രസ്ഥാനത്തെയും മറ്റ് ഇതര കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. രാമചരിതത്തെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇന്നലെ ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. മലയാള പാട്ട് പ്രസ്ഥാനത്തിൽ മലയാള ഭാഷയിൽ തന്നെ ആദ്യമായി മലയാളത്തിൽ ഒരു പാട്ടുകൃതി ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രാചീന കവിത ലഭിക്കുന്നത് അതാണ് രാമചരിതം എന്ന് പറയുന്നത്. രാമചരിതത്തെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് ഞാൻ ഇന്നലെ എടുത്തിരുന്നു. പാട്ടുപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ലീലാതിലകത്തെ കുറിച്ച് ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. മണിപ്രവാള പാട്ട് ലക്ഷണ ഗ്രന്ഥമാണ്, ഭാഷാ വ്യാകരണ ഗ്രന്ഥം കൂടിയാണ്. ഭാഷയെക്കുറിച്ചുള്ള അല്ലെ ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. ഭാഷയിൽ ഉണ്ടായിട്ടുള്ള എന്ന് പറയാൻ കഴിയില്ല, കാരണം അത് സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീലാതിലകത്തിലെ സൂത്രങ്ങളിൽ വെച്ചിട്ട് മണിപ്രവാളത്തിന്റെയും പാട്ടിന്റെയും ലക്ഷണങ്ങൾ നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് കൃതികളെ വിലയിരുത്തുന്നത്. രാമചരിതത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി സൂചിപ്പിക്കട്ടെ. മലയാളത്തിന് ക്ലാസിക് പദവി ലഭിക്കാൻ കാരണമായതിൽ രാമചരിതം എന്ന് പറഞ്ഞ കൃതിക്ക് പങ്കുണ്ട്. ആദ്യകാലത്തെ കൃതികളൊക്കെയും പരിശോധിച്ച ശേഷമാണ് ഒരു കൃതിക്ക് ക്ലാസിക് പദവി നൽകുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ രാമചരിതത്തിന്റെ ഭാഷ, അതിലുപയോഗിച്ചിരിക്കുന്ന പ്രാസങ്ങൾ, വൃത്തങ്ങൾ, ഇതൊക്കെയും പ്രധാനപ്പെട്ടതാണ്. പാട്ടിന്റെ വൃത്തങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പാട്ടിന്റെ വൃത്തം അത് ഉൾക്കൊള്ളുന്ന പ്രാസങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് ഉള്ള വിട്ടുപോയ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വിട്ടുപോയ കാര്യങ്ങളിൽ രാമചരിതത്തെ കുറിച്ച് വരി എന്ന് പറയുന്നത് ചീരാമനാണ് കവി എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു, അല്ലെങ്കിൽ ചീരാമ കവിയാണ് രാമചരിതം എഴുതിയത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ചീരാമനെ കുറിച്ച് അല്ലെങ്കിൽ ശ്രീരാമനാണ് അല്ലെങ്കിൽ ശിവരാമനാണ്, ഇങ്ങനെ പല വാദങ്ങളും നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ ഈ ചീരാമൻ എന്നുള്ള പേര് വന്നിരിക്കുന്നത് അത് ആദിദേവ നിലമിഴുന്ന മനകാമ്പുടയ ചീരാമ നമ്പി നൊടിയൻപിന തമിഴ് കവി വെൽവർ, ഈ വരി രാമചരിതത്തിന്റെ അവസാന ഭാഗത്തിൽ വരുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഈ ചീരാമൻ എന്നുള്ള ഒരു പേര് നമുക്ക് ലഭിക്കാനിടയായത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, രാമചരിതം എന്നൊരു പേര് ആ കൃതിക്ക് അന്നുണ്ടായിരുന്നില്ല. ആ പേരിട്ടത് ആരെയെന്ന് ചോദിച്ചാൽ ആദ്യമായി രാമചരിതത്തെ പണ്ഡിത ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ രാമചരിതം എന്നുള്ള പേര് രാമചരിതത്തിന് നൽകുന്നത്. അപ്പൊ ചീരാമനാണ് കവി എന്ന് കാണുന്ന വരിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് വിട്ടുപോയ കാര്യമായിരുന്നു, വിട്ടുപോയത് എന്നല്ല, കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാൻ ഇന്നലെ സമയമില്ലാത്തത് കൊണ്ടുകൂടിയാണ്. ആദിത്യവർമ്മ മഹാരാജാവാണ് രാമചരിതകാരൻ എന്ന് സൂചിപ്പിച്ചത് പി ഗോവിന്ദപിള്ളയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ആദിത്യവർമ്മ മഹാരാജാവാണ് രാമചരിതകാരൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പരീക്ഷകളിൽ ചോദ്യപേപ്പറുകളിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, രാമചരിതത്തെ കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യമെന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ള ചോദ്യം മുൻകാലത്തെ ചോദ്യമാണ്. കോവുണ്ണി നെടുങ്ങാടിയാണ് കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യമാണ് രാമചരിതം എന്നുള്ള അഭിപ്രായം പറഞ്ഞത്. മറ്റൊന്ന് പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെയും ചീരാമ കവിയെയും എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വിശേഷണം പല ചോദ്യപേപ്പറുകളിലും കാണാറുണ്ട്. കൈരളി പദ്യ സാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കൈരളി പദ്യ സാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്ന രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ പ്രൊഫസർ പി വി കൃഷ്ണൻ നായരിലേക്കാണ് നമ്മുടെ ഉത്തരം എത്തിച്ചേരുന്നത്.
മറ്റൊന്ന്, ഉത്തര കേരളീയന്റെ രചനയെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത് രാമചരിതത്തെക്കുറിച്ച് ആരാണ് എന്നുള്ളതായിരുന്നു. ഇതൊക്കെയും ചോദ്യങ്ങൾ വന്നതാണ്, മുൻകാല ചോദ്യങ്ങളിൽ നിന്നുള്ള നോട്ടാണിത്. ഉത്തര കേരളീയന്റെ രചനയെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെടുന്നത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരാണ്. പിന്നീടാണ് ഉത്തര കേരളീയ കൃതി എന്നുള്ളത് പി വി കൃഷ്ണൻ നായരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം, ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. രാമചരിതം മലയാളത്തിന്റെ പൂർവ്വകൃതിക്ക് ലക്ഷ്യമാകുന്നു എന്ന് ആര് പറഞ്ഞു? രാമചരിതം മലയാളത്തിന്റെ പൂർവ്വകൃതിക്ക് ലക്ഷ്യമാകുന്നു എന്ന് പറഞ്ഞത് പി ഗോവിന്ദപിള്ളയാണ്. പി ഗോവിന്ദപിള്ള പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ, ഭാഷാ സാഹിത്യം ചരിത്രം എഴുതിയതിൽ ആദ്യത്തെ ആളാണ് പി ഗോവിന്ദപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പൂർവ്വകൃതിക്ക് ലക്ഷ്യമാകുന്നു എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. രാമചരിതം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ് തിരുനിഴൽമാല. പക്ഷേ തിരുനിഴൽമാലയാണ് ആദ്യത്തെ കൃതി എന്നുള്ള പണ്ഡിതവാദവും ഈ നിലവിലുണ്ട്. പിന്നെ ഈ കൃതികളെ കുറിച്ച്, രാമചരിതത്തിനെ കുറിച്ചോ അതുപോലെ തന്നെ തിരുനിഴൽമാലയെ കുറിച്ചോ കൂടുതൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം കാലഘട്ടത്തിന്റെയും അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ള സാഹിത്യധനന്മാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വളരെ കുറച്ച് വിവരങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഈ കൃതികളെ കുറിച്ച് അറിയാൻ കഴിയുക. മറ്റൊരു കാര്യം, ദ്രമിഡ സംഗത അക്ഷര നിബദ്ധം എന്നുള്ള ആ ദ്രമിഡ സംഗത അക്ഷരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു വായനയിലൊന്നും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുകയില്ല. എന്നാലും ഞാൻ അതിന്റെ വരികൾ ഉദാഹരണം പറഞ്ഞല്ലോ, കാനനങ്ങളിൽ അരൻ എന്നൊക്കെ തുടങ്ങുന്ന ആ വരികളൊക്കെയും അത് ഒരൊറ്റ വായനയിലോ അല്ലെങ്കിൽ 2 വായനയിലോ ഒന്നും ലഭിക്കുന്നതല്ല. നമ്മൾ അതിനെ ഓരോന്നിന്റെയും സംഗ്രഹം അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെയും വായിച്ചു നോക്കിയ ശേഷം മാത്രമാണ് നമുക്ക് എന്താണ് ആ വരികൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ നമുക്കൊരു തടസ്സം നേരിടുന്നത് കൊണ്ടാണ് ഈ രാമചരിതം പോലുള്ള കൃതികൾ കൂടുതലായിട്ട്, അതുമല്ല കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് ഒരുപാട് പേർ പഠിച്ച് അതൊന്നും ലഭ്യമല്ല. എന്നാൽ ഉള്ളതിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് പഠിക്കാനുള്ളതും അതുപോലെ തന്നെ സാഹിത്യത്തിൽ പഠിക്കാനുള്ളതും കൂടെ നെറ്റിന് ചോദ്യങ്ങളായിട്ട് വരുന്നതും. പിന്നെ അതുപോലെ തന്നെ ശ്രീരാമ കവിയെ മലയാളത്തിന്റെ ചോസർ എന്ന് വിളിച്ചത് ആരാണ് എന്ന് ചോദ്യമുണ്ടായിരുന്നു. ശ്രീരാമ കവിയെ മലയാളത്തിന്റെ ചോസർ എന്ന് വിളിച്ചത് മഹാകവി ഉള്ളൂരാണ്. അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യ ചരിത്ര പുസ്തകത്തിലാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, രാമചരിതത്തെ കുറിച്ച് മലയാള ഭാഷയുടെ അപഭ്രംശാവസ്ഥയെ കാണിക്കുന്ന കൃതിയാണതെന്ന് അഭിപ്രായം വന്നിട്ടുണ്ട്. അത് ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ അഭിപ്രായമാണ്. ഈ എഴുതിയിരിക്കുന്ന എല്ലാ വരികളും പരീക്ഷയിലെ ചോദ്യങ്ങളാണെന്ന് ഓർക്കുക. എഴുതി വെച്ച് നിങ്ങൾ പഠിക്കേണ്ട കാര്യം കൂടിയാണ്. രാമചരിതം മലയാള ഭാഷയുടെ അപഭ്രംശാവസ്ഥയെ കുറിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന കൃതിയാണെന്ന് ഇളംകുളവും അഭിപ്രായപ്പെട്ടു. അടുത്തതായിട്ട് രാമചരിതത്തിന്റെ രചനയെക്കുറിച്ച് ഗോദവർമ്മ പറഞ്ഞൊരു അഭിപ്രായമാണ്. അതിങ്ങനെയാണ്: തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷ പ്രസ്ഥാനത്തെ തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷ പ്രസ്ഥാനത്തെ അനുസരിച്ചിട്ടാണ് രാമചരിതത്തിന്റെ രചന എന്നാണ് ഗോദവർമ്മ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഈ ഒരു പ്രസ്താവന നിങ്ങൾ നോക്കുക. മിശ്രഭാഷ, ഇത് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് പരീക്ഷയിൽ സാധാരണയായി ഞാൻ പറഞ്ഞിരുന്നു കൃത്രിമ മിശ്രഭാഷ അല്ലെ കൃത്രിമ ഭാഷ, അതുണ്ടായ കാലത്ത് പാട്ടിന് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ വരുന്നൊരു ചോദ്യമാണ് ഈ മിശ്രഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ പേരും കൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഗോദവർമ്മയാണ്. മറ്റൊന്ന്, രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനം കാണാൻ കഴിയുമെന്ന് പറഞ്ഞത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനം കാണാമെന്ന് പറഞ്ഞത് നടുവട്ടം ഗോപാലകൃഷ്ണനാണെന്ന് ഓർക്കുക. തനി മലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് കാവ്യമാണ് രാമചരിതം. ഇത് ഒരുപാട് പരീക്ഷകളിലെ ചോദ്യമാണ്. ഈ രണ്ടെണ്ണം, രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനവും അതുപോലെ തനി മലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് കാവ്യമാണ് രാമചരിതം എന്നുള്ളത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛന്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, കെ എൻ എഴുത്തച്ഛന്റെ അഭിപ്രായം സ്ഥിരമായിട്ട് ചോദ്യത്തിൽ വരുന്നതുകൊണ്ട് ഒരു തനി മലയാളത്തിന്റെ ചട്ടക്കൂട് എന്ന് പറഞ്ഞതിൽ ഒരു ക്ലാസിക് ആയിട്ട് ഒരു കാവ്യമായിട്ട് കെ എൻ എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെ എന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് രാമചരിതത്തെയാണെന്നും കൂടി ഓർക്കണം. അടുത്തത് ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ അഭിപ്രായമാണ്. അഭിപ്രായം എന്ന് മാത്രമല്ല, അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന
ബിഷഗ്വരന്റെ തന്ത്രമാണ് രാമചരിതത്തിൽ കാണാനാവുന്നത്. ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന ബിഷഗ്വരന്റെ തന്ത്രമാണ് രാമചരിതത്തിൽ കാണാനാവുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതിയാണ്. ഡോക്ടർ കെ എം ജോർജ് സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന കൃതിയിലാണ് ആകപ്പാടെ നാളികേര പാകത്തിലാണ് രാമചരിതത്തിന്റെ കിടപ്പ് എന്ന് അഭിപ്രായപ്പെട്ടത്. ആകപ്പാടെ നാളികേര പാകത്തിലാണ് രാമചരിതത്തിന്റെ കിടപ്പ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എം ജോർജ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ഒരു കൃതിയാണ് രാമചരിതവും മലയാള പഠനവും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ PhD തീസിസ് രാമചരിതത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ പറഞ്ഞിരുന്നു. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും അനുഗ്രഹം കൊണ്ട് മാധുര്യവും പ്രൗഢതയും സമ്മാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിതമായിരിക്കുന്നു എന്ന് ഡോക്ടർ PK നാരായണപിള്ള അഭിപ്രായപ്പെടുന്നു. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും അനുഗ്രഹം കൊണ്ട് മാധുര്യവും പ്രൗഢതയും സമ്മാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിതമായിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ PK നാരായണപിള്ളയാണ്. ഓർത്തു വയ്ക്കുക. പിന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു പോയതാണ്, അത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയതാണ്. പ്രീവിയസ് ഇയർ ചോദ്യമായതുകൊണ്ടും പല പേപ്പറിലും കാണുന്നത് കൊണ്ടുമാണ്, മറന്നു പോകാതിരിക്കാനാണ്. ഇഗലിൽ വെന്തി വിളയും, ഇഗലിൽ വെന്തി വിളയും എന്നുള്ള ഫലശ്രുതി കാണുന്നത് രാമചരിതത്തിലാണ്. ഇതാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പ്രീവിയസ് ഇയറിൽ ചോദ്യങ്ങളിലെ വന്ന വരിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രാമചരിതത്തിൽ നിന്ന് വന്നിട്ടുള്ള വരികൾ ഇതായിരുന്നു. 1, താരിടൈ മണം പുണർന്നു തരുനിരൈ തടയിന്തു പായ്ന്ത മാരുതത്തേവൻ വന്തു വഴിയിതരുളി ചെയ്താൻ. താരിടൈ മണം പുണർന്നു തരുനിരൈ തടയിന്തു പായ്ന്ത മാരുതദേവൻ വന്തു വഴി ഇതരുളി ചെയ്താൻ. ഒരു വരി ഇതായിരുന്നു. മറ്റൊന്ന് സരസ്വതി സ്തുതിയാണ്. ഈ സരസ്വതി സ്തുതി എന്ന് പറയുന്നത് ഞാൻ ഒരു റെഡ് കളറിലാക്കിയ ഭാഗമാണ് പ്രധാനമായിട്ടും. ആ ചുവപ്പ് നിറത്തിൽ എഴുതിയിരിക്കുന്നതാണ് പ്രധാനമായിട്ടും ചോദ്യത്തിൽ ഉണ്ടാവുക. ഇതെങ്ങനെയാ ചോദ്യം വരുന്നത്? 2 വരികൾ ഒരുമിച്ച് തരും, അത് ഞാൻ പറഞ്ഞു തരാം. ജ്ഞാനമെങ്കിൽ വിളയിത്തു തെളിയിത്തിന ചൊൽ നായികേ പരവയിൽ തിരൈകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിരിഞ്ഞു നീയത ചേതയുൾ തുടർന്നു തോന്റും വണ്ണമിൻറ്റു മുതലായി. ഇതാണ് സരസ്വതി സ്തുതി എന്ന് പറയുന്നത്. ഈ പരവയിൽ തിരകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലില് തിരകൾ എന്ന പോലെ പരവയിൽ തിരകൾ നേരുടനുടൻ തെനുലാവിലെ പദങ്ങൾ എന്ന് വെച്ചാൽ പദങ്ങൾ എന്നാണ് അർത്ഥം. അർത്ഥമല്ല, അത് തൽഭവ രൂപത്തിലേക്ക് എടുത്തപ്പോൾ പദങ്ങളായി പോയതാണ്. അപ്പം ഇവിടെ നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1 ഈ വരി തരും. അതുപോലെ തന്നെ എഴുത്തച്ഛന്റെ വരിയുണ്ട്. എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്നാണ്. അത് 2 കൂടി തന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇത് ആരൊക്കെ എഴുതിയതാണെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ തിരമാലകൾ എന്ന പോലെ, കടലിൽ തിരമാലകൾ എന്ന പോലെ പദാവലി വരണം, തങ്ങളുടെ കവിതയ്ക്ക് പദങ്ങൾ വരണം ഒന്നിനു പുറകെ ഒന്നായി എന്ന് പറഞ്ഞ 2 കവികളെ ചോദിക്കാറുണ്ട്. ഒന്ന് രാമചരിതകാരനും രണ്ടാമത്തത് എഴുത്തച്ഛനുമാണെന്ന് ഓർക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. പരവയിൽ തിരൈകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്തു തിരിഞ്ഞി നിയത ചേതയു ഉൾത്തുടർന്നു തോന്റും വണ്ണമിൻറ്റു മുതലായി. ഇതുപോലെ തന്നെ എഴുത്തച്ഛന്റെ വരി വരുന്നത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോൽ ഭാരതി. ആ ഭാരതി എന്നുള്ള പറഞ്ഞ ഒരു പദം ഇല്ലാതെ ഒരു പ്രാവശ്യം ചോദ്യം വന്നിരുന്നു. ഭാരതി എന്നുള്ള പദത്തിന് പകരം മറ്റു പദങ്ങൾ തന്നുകൊണ്ട് ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. ഇതാണ് 2 വരികൾ പ്രധാനമായിട്ടും രാമചരിതത്തിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, എങ്ങനെയാണ് രാമചരിതവും തിരുനിഴൽമാലയും ഉള്ള വ്യത്യാസം അറിയുന്നത്? രാമചരിതത്തിന്റെയും തിരുനിഴൽമാലയുടെയും രീതി അനുസരിച്ച് പാട്ടിന്റെ മുഴുവൻ ലക്ഷണങ്ങളും പാലിച്ച് 2 കൃതികൾ അവ രണ്ടുമാണ്. പക്ഷെ എങ്ങനെയാണ് ആ വരികൾ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാല്, തിരുനിഴൽമാല എന്ന് പറയുന്നത് അതൊരു ആറന്മുളപ്പനെ സ്തുതിക്കുന്ന ഒരു സ്തുതി ആയതുകൊണ്ടും, അതുപോലെ തന്നെ രാമചരിതം എന്ന് പറയുന്നത് രാമായണത്തിന്റെ യുദ്ധകാന്ഡമായതുകൊണ്ടും അത് തമ്മിൽ അതിലെ വരികൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ചിലത് സ്തുതികളും അല്ലെങ്കിൽ അതിന്റെ ആറന്മുള അപ്പന് കൊടുക്കുന്ന ബലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും നമുക്ക് ആ വരികളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് വായിച്ച് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഏകദേശം വരികൾ വരിക. ഞാനത് അടുത്തതായിട്ട് എടുക്കുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു
ഇതോടുകൂടി രാമചരിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് തിരുനിഴൽ മാലയാണ്. തിരുനിഴൽ മാല എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം, ഒരു പാട്ടുകൃതിയുടെ രണ്ടാമത്തെ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന ആ ഒരു ഇതിൽ രണ്ടാമതായിട്ട് പഠിക്കുന്ന കൃതിയാണ് തിരുനിഴൽ മാല എന്ന് പറയുന്നത്. പക്ഷേ പല പണ്ഡിതന്മാരും പറയുന്നത് ഈ തിരുനിഴൽ മാല എന്ന് പറയുന്നത് അതിനു മുൻപാണ്. ഇപ്പൊ രാമചരിതത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ രാമചരിതത്തെ നമ്മള് ഗുണ്ടർട്ടിന്റെ അഭിപ്രായം അനുസരിച്ച് പ്രാക്തനമായ ഭാഷ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപേ ഉള്ള ഭാഷയാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പോർച്ചുഗീസുകാർ എന്നാണ് ഇവിടെ കേരളത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1498-ലാണ്. അപ്പൊ അതിനു മുൻപേ ഉണ്ടായ കൃതിയാണ് രാമചരിതം എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതുപോലെ തന്നെ അതിനേക്കാൾ മുൻപേ ആണ്, രാമചരിതത്തിന് മുൻപേ ആണ് ഈ ഒരു തിരുനിഴൽ മാല എന്ന് അഭിപ്രായപ്പെട്ട ഒരു പിന്നെ കുറേയേറെ പണ്ഡിതന്മാര് നിലവിലുണ്ട്. അപ്പം ഈ ഒരു തിരുനിഴൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരു കഴിഞ്ഞിട്ട് വരുന്ന നിഴലിന്റെ അർത്ഥം ഒരു ബലി, അതായത് അനുഗ്രഹം എന്നാണ്. ഇത് പണ്ട് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. നിഴൽ എന്ന് ആ കാലഘട്ടത്തിൽ പ്രാചീന സാഹിത്യത്തിൽ ഉപയോഗിച്ചത് എന്താണെന്ന് ഒരു ചേരുംപടി ഉണ്ടായിരുന്നു. അനുഗ്രഹമാണത്, ബലിയിലൂടെ അനുഗ്രഹം നേടുന്നതാണ്. തിരുനിഴൽ മാല കണ്ടെടുത്തു പ്രസിദ്ധീകരിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ എം പുരുഷോത്തമൻ നായരാണ്. 1981-ലാണ് അദ്ദേഹം ഇത് കണ്ടെടുത്ത് സംശോധനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. ഇത് ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വെല്ലൂർ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. കാസർഗോഡ് ജില്ലയിലെ വെല്ലൂർ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം അതിന് പാഠവും പഠനവും ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്തു, അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1981-ലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. തിരുനിഴൽ മാല എടുത്തതിൽ വെച്ച് ഏറ്റവും പ്രാചീനമെന്നാണ് പല പണ്ഡിതന്മാരും കരുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ. ക്രിസ്തുവർഷം 1200-നും 1300-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത്. 1200-നും 300-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ തിരുവാറന്മുളയപ്പൻ തിരുനിഴൽ ആടുന്നതാണ് ഇതിലെ പ്രമേയം. ഈ തിരുവാറന്മുളയപ്പൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിന് അർപ്പിക്കുന്ന ബലിയും അതിന്റെ എന്താണ് സംഗ്രഹം എന്ന് ഞാൻ ഇതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആ ഒരു തിരുവാറന്മുള ദേവന്റെ മഹാത്മ്യം ഇതിൽ പ്രകീർത്തിക്കുകയാണ്. പിന്നെ അതുപോലെ അതിനകത്ത് കോയിന്ദൻ അല്ലെ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട റാന്നിക്കടുത്തുള്ള അയിരൂർ സ്വദേശിയായ ഗോവിന്ദൻ രചയിതാവ് എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെ ആദ്യത്തെ ഫോക്ക് കവി എന്നാണ് ഡോക്ടർ എം പുരുഷോത്തമൻ നായർ വിളിക്കുന്നത്. ആദ്യത്തെ ഫോക്ക് കവി ആയിട്ടാണ് എം പുരുഷോത്തമൻ നായർ അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് ഓർക്കുക. അതും മുൻപ് ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ചില കൃതികൾ കണ്ടെടുക്കുന്നു, അതുപോലെ പാഠവും പഠനവും ഒക്കെ എഴുതി പ്രസിദ്ധീകരിക്കുന്നു. മിക്കവാറും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഉത്തരമായിട്ട് വരുന്ന ആ കണ്ടെടുത്ത് അല്ലെങ്കിൽ അതിന്റെ പാഠവും പഠനവും എഴുതിയ ആളുകളുടെ പേരുകൾ തന്നെയായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ആദ്യ ഫോക്ക് കവി എന്ന് പറഞ്ഞത് ആരെന്നുള്ള ചോദ്യം വരുമ്പോൾ കണ്ടെടുത്ത ആളിലേക്ക് തന്നെയാണ് അതിന്റെ ഉത്തരം ചെന്നെത്തുന്നത്. ഇനി പാട്ടിന്റെ ഇതിന്റെ ലക്ഷണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അതിന് 3 ഭാഗങ്ങളായിട്ടാണ് തിരുനിഴൽ മാലയെ തിരിച്ചിരിക്കുന്നത്. അതില് ഒന്നാമത്തേന്ന് പറഞ്ഞാല് കാവ്യ ഉപക്രമമാണ്. അതിനകത്ത് 97 പാട്ടുകളും 539 ഈരടികളുമാണുള്ളത്. 97 പാട്ടുകളും 539 ഈരടികളുമാണ് തിരുനിഴൽ മാലയിലുള്ളത്. ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എത്ര പാട്ടുകളുണ്ട്, എത്ര ഇതുണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പാട്ടായിട്ടുള്ള രാമചരിതത്തെ കുറിച്ചും പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ കാവ്യ ഉപക്രമം, അതുപോലെ തന്നെ കാവ്യ ഉപക്രമത്തിൽ ഗണപതി, സരസ്വതി, അർദ്ധനാരീശ്വരൻ, ആറന്മുള നാരായണൻ എന്നിവരെയാണ് ആദ്യമായിട്ട് 3 ഭാഗങ്ങൾ. 3 ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗം കാവ്യ ഉപക്രമം, രണ്ടാമത്തത് നാഗൂറും തുവിലുണരും നാഗൂറും എന്ന് പറയുന്ന രണ്ടാമത്തെ, അല്ലെങ്കിൽ നാവല എന്നാണ് മറ്റൊരു പേര്. മൂന്നാമത്തെ ഭാഗം ബലിയർപ്പിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ ഈ രാമചരിതത്തിൽ നിന്നും ഇത് രണ്ടിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, രാമചരിതത്തിൽ ഗണപതി സ്തുതിയോടുകൂടി ആരംഭിക്കുന്നു എന്നുള്ളത്. ബാക്കിയല്ല, മറ്റു കൃതികളെല്ലാം തന്നെ ഗണപതിയോ അല്ലെങ്കിൽ മിക്കവാറും വിഷ്ണു ശിവനെയൊക്കെ സ്തുതിച്ച്, സരസ്വതിയെ സ്തുതിച്ചൊക്കെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ
ഇവിടെ നമ്മുടെ തിരുനിഴൽമാല ആരംഭിക്കുന്നത് രാമചരിതം ആരംഭിക്കുന്നത് ഗണപതി സ്തുതി മാത്രം, അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. പിന്നെ തിരുനിഴൽമാലയിലേക്ക് എത്തുമ്പോൾ ഗണപതിയെയും സരസ്വതിയെയും അർദ്ധനാരീശ്വരനെയും ആറന്മുള നാരായണനെയും ഒക്കെ സ്തുതിക്കുന്നുണ്ട്. ഈ ഒരു കാവ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാവ്യം ഒരു അനുഷ്ഠാനപരമായ ഒരു കാവ്യവും അതുപോലെ തന്നെ നാടോടി ഒരു രീതിയിലുള്ള നമ്മുടെ നാടോടി അല്ലെങ്കിൽ ഒരു നാടോടി പാട്ടിന്റെ ഒരു രീതിയിലുള്ള ആ രണ്ട് കാര്യങ്ങളും കൂടി ഉള്ള ഒരു കൃതി കൂടിയാണ് ഈ തിരുനിഴൽമാല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അതിന്റെ ഒരു പിന്നെ ഓരോ വരികളും നമുക്ക് കാണുമ്പോഴും ഒരു അനുഷ്ഠാനം, ഭക്തി കൂടുതലായിട്ട് ഭക്തിക്ക് കൂടുതൽ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കൃതി കൂടിയാണിത്. പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് കാവ്യരചനയുടെ രണ്ടാമതായിട്ട് കാവ്യ ഉപക്രമത്തിൽ വരുന്നതാണ് കാവ്യരചനയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. പിന്നെ കേരള ഉൽപ്പത്തിയെ കുറിച്ച് ഈ കേരള ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരശുരാമൻ മഴുവെറിഞ്ഞു എന്നുള്ള ഒരു ഐതിഹ്യം, പരശുരാമൻ മഴുവെറിഞ്ഞ് അല്ലെങ്കിൽ മണിമുറം എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പത്തി കഥയാണ് അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യമാണ് ഈ ഒരു കാവ്യത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് അല്ലെങ്കിൽ മണിമുറം എറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ഐതിഹ്യത്തെ കുറിച്ച് സൂചിപ്പിച്ച ഒരു കാവ്യം എന്ന് ചോദിച്ചാൽ അത് തിരുനിഴൽമാലയാണ്. പിന്നെ അതുപോലെ തന്നെ ഭാരതഖണ്ഡ വിവരണമുണ്ട്. ഭാരതത്തെ കുറിച്ചുള്ള ഒരു വരികളിലൂടെ കടന്നു പോകുമ്പോൾ അന്നത്തെ ഭാരതത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വരികളിലുണ്ട്. അതുപോലെ ആറന്മുളയെ കുറിച്ച് ഞാൻ പറഞ്ഞു, ആറന്മുള അപ്പനെ കുറിച്ചാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബലിയെ കുറിച്ചാണ് ഈ കാവ്യം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറന്മുളയെ കുറിച്ച് ഈ കാവ്യത്തിനകത്ത് വിശദമായിട്ട് കാവ്യ ഉപക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആറന്മുളയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ചോദ്യം സ്ഥിരമായി വരാറുണ്ട്. ആറന്മുളയിലെ 5 ക്ഷേത്രങ്ങളെ കുറിച്ചാണ് തിരുനിഴൽമാല സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 ക്ഷേത്രങ്ങളെ കൂട്ടി ആറന്മുളയെ, ആ ഗ്രാമത്തെ കുറിച്ച് ഈ ഒരു കാവ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പുരന്ദര നഗരി എന്നാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം മിക്കവാറും ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് സെറ്റിന്റെയും അതുപോലെ മറ്റ് HSC എക്സാമിന്റെ ഒക്കെ ചോദ്യപേപ്പറുകളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യവും നിങ്ങൾ പഠിക്കേണ്ടതാണ്. മറ്റൊന്ന് പിന്നെ അയിരൂർ ചേരി വർണ്ണനം എന്നുള്ളതാണ്. അതായത് ഒരു നമ്മുടെ ഈ ഒരു കാവ്യത്തിനുള്ളിൽ തന്നെ ഒരു 6 അകംചേരികളെ കുറിച്ചും 6 പുറംചേരിയും 4 അകംചേരിയെ കുറിച്ചും ഈ ഗ്രാമത്തിൽ പറഞ്ഞിട്ടുണ്ട്. 6 പുറംചേരി 4 അകംചേരിയുമാണ്. ആ പുറംചേരികളിൽ ഒന്നാണ് ഈ അയിരൂർ ചേരി എന്ന് പറയുന്നത്. ഈ അയിരൂർ ചേരി വർണ്ണനം, അതായത് പത്തനംതിട്ട ജില്ലയിലാണ്, ഈ റാന്നിക്കടുത്താണ് ഈ അയിരൂർ വരുന്നത്. അയിരൂർ ചേരിയുടെ വർണ്ണനത്തിൽ നിന്ന് ആ ഒരു നമ്മുടെ കവിയായിട്ടുള്ള ഗോവിന്ദൻ എന്ന് പറഞ്ഞ കവി അയിരൂർ ചേരിക്കാരനാണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഊരാളർ എന്ന് പറഞ്ഞാല് ആറില്ലത്തിലെ എൺമർ ആണ്. എൺമർ സാമന്തർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആറില്ലത്തിലെ എൺമർ സാമന്തർ, അവരാണ് ഈ ഊരാളർ. അവരാരൊക്കെയാണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. പിന്നെ മറ്റൊന്ന് ക്ഷേത്രത്തിലെ ഊരാളന്മാരുടെ സ്ഥാന വിവരണം, അത് ഈ ഒരു എൺമർ സാമന്തരുടെ സ്ഥാന വിവരണത്തെ കുറിച്ചും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ തിരുനിഴൽമാല എന്തിനു വേണ്ടി രചിച്ചെന്നും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രസ്താവമാണ് അടുത്തതായിട്ട് തിരുനിഴൽമാലയിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാവ്യ ഉപക്രമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാം ഭാഗത്ത് നാവലയും തൂവലൊഴിയലും നാഗൂറുമാണ്. അപ്പം അതായത് നാവല അല്ലെങ്കിൽ തൂവലൊഴിയൽ നാഗൂർ എന്ന് മറ്റൊരു പേരാണ്. സ്ഥിരമായിട്ട് ചോദ്യത്തിൽ ഈ തൂവലൊഴിയലും നാഗൂറും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് പേരുകൾ കാണപ്പെടുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. തിരുനിഴലിനുള്ള സന്നാഹങ്ങളും അതിനായി തയ്യാറെടുത്ത് കർമ്മങ്ങൾ എത്തുന്ന ദേവി ദേവന്മാര്, ഋഷിമാര്, അങ്ങനെയുള്ള അപ്സരസുകള്, ഇവരെ കുറിച്ചുള്ള വിവരണം എല്ലാം എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗത്ത് എങ്ങനെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. നാവലയുടെ വിവരണം വരുന്നു. പിന്നെ ഈ നാവലയുടെ വിവരണം കഴിഞ്ഞിട്ട് ഈ നാഗൂർ അല്ലെങ്കിൽ നാവല അവരുടെ സ്തുതികളെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ആറന്മുളയപ്പൻ പള്ളി കൊള്ളുന്നു.
അപ്പോൾ നമ്മുടെ ഡോക്ടർ എം ലീലാവതി ടീച്ചർ മലയാള കവിത സാഹിത്യ ചരിത്രത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. രണ്ടാം ഭാഗത്തിലെ ഈ തൂവലുഴിയൽ അല്ലെങ്കിൽ നാഗൂർ, അത് വരുന്ന ഭാഗം തിരുനിഴൽ കൊണ്ടാടാനുള്ള ഒരുക്കങ്ങളെ കുറിച്ചുള്ളതാണ്. ദേവേന്ദ്രൻ പന്തൽ നിർമ്മിക്കുന്നു. അതുപോലെ വരുണൻ പന്തൽ വിധാനിക്കുന്നു. മറ്റൊന്ന് ഉർവശി അടിച്ചു വാരുന്നു. മേനക മെഴുകുന്നു. തിലോത്തമ വിളക്കു വെക്കുന്നു. അതുപോലെ തന്നെ തേവർ പന്തലിൽ പീഠത്തിൽ ഉപവിഷ്ടനാകുന്നു. ഋഷിമാരും ദേവന്മാരും പലവിധ വാദ്യമേളങ്ങളോടെ മലയന്മാരും എത്തിച്ചേരുന്നു. മലയർ ദേവനെ വാഴ്ത്തുന്നു. അവർ ലക്ഷ്മി, സീത, പാർവതി എന്നിവരോട് അപേക്ഷിക്കുന്നതിനനുസരിച്ച് ദേവിമാർ ഇരു ഭാഗത്തു നിന്നും തുവലൊഴിയുന്നു. ഇതാണ് ഒരു അനുഷ്ഠാനത്തെ കുറിക്കുന്ന ഒരു വാർഷിക ചടങ്ങോ അങ്ങനെയുള്ള രീതിയല്ല, ഒരു അനുഷ്ഠാനത്തിന്റെ രീതിയാണ് തിരുനിഴൽ മാലയിലെ നാവല അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് തിരുനിഴലിനുള്ള സന്നാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദേവന്മാരും ദേവിമാരും പ്രധാനപ്പെട്ട ഋഷിമാരും അപ്സരസുമാരും ഇവരെല്ലാം കടന്നു വന്നിട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാനം കൂടിയാണ് ഈ തിരുനിഴൽ മാല എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. മറ്റൊന്ന് നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടിയാണ്, മലയർ ആരാണ് ഈ തിരുനിഴൽ മാലയിൽ ബലി അർപ്പിക്കുന്നവർ എന്നുള്ളത്. അത് മലയറാണ്. മലയർ എന്നുള്ള ഉത്തരത്തിലേക്ക് വരുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർക്കണം. ഇത് ഈ തിരുനിഴൽ മാലയിൽ ബലി അർപ്പിക്കാൻ വേണ്ടിയുള്ള അതിനുള്ള പിന്നെ എന്താ അതിനുള്ള ഒരു അർഹതയുള്ളവർ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആളുകൾ മലയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അതുകൂടി ഓർത്തു വെക്കണം. ഈ നാഗൂർ എല്ലാം കേട്ട് കഴിയണം. അപ്പൊ തുവലൊഴിഞ്ഞു കഴിയുമ്പോൾ ദേവന്മാർ, അതായത് ആദിത്യൻ, അഗ്നി, ഇന്ദ്രൻ, യമൻ, വരുണൻ, വായു, നിര്യതി, കുബേരൻ, ശിവൻ, ഗണപതി, ഷൺമുഖൻ, ഇത്രയും പേര് നാഗൂർ വെച്ച നാവല ദേവനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ അത് പാടുന്നു, സ്തുതി അർപ്പിക്കുന്നു. അതിനുശേഷം മനുഷ്യരുടെ നാവല വരുന്നു. മനുഷ്യരുടെ നാവലയിൽ വരുന്നത് ഊരാളര് വരുന്നു, നാടികൾ വരുന്നു, തളിയാന്മാർ വരുന്നു, പൊതുവാണന്മാരും ചാക്യാന്മാരും പുഷ്പകന്മാരും അതുപോലെ തന്നെ വാര്യന്മാരും ഓദിക്കന്മാരും ഒക്കെയും നാവല ഇടുന്നു. അതായത് നാവല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവനെ സ്തുതിച്ചുകൊണ്ട് ആർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സവിശേഷത യഥാർത്ഥത്തിൽ മണിപ്രവാള ചമ്പുക്കളിലെ ഗദ്യങ്ങളിൽ കാണുന്ന ഒരു നർമ്മ പരിഹാസത്തെ കൂടി ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഈ നാഗൂർ പാടുന്നത് കേട്ടിട്ട് ആണ് ഈ ആറന്മുളയപ്പൻ, അതായത് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്, പള്ളി കൊള്ളുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗമാണ് രണ്ടാം ഭാഗത്തിലുള്ള നാവല, ഉഴിയർ അല്ലെങ്കിൽ നാഗൂറ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെയാണ് ബലിയർപ്പിക്കൽ എന്നുള്ള ഭാഗം വരുന്നത്. ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയർ അർപ്പിക്കുന്ന ബലിയുടെ വർണ്ണനയാണ്. ആദ്യമായിട്ട് നൽകുന്നത് രാവിലെ പ്രഭാതമാകുമ്പോൾ തന്നെ ആറന്മുളയപ്പനെ തുയിലുണർത്തുക എന്നുള്ള കാര്യമാണ്. തുയിലുണർത്തുക, ഇപ്പം 4 ദിക്കുകളിൽ നിന്നും ബലി, ഉച്ചബലി, കളമൂട്ടുബലി, മലയികളുടെ നൃത്തം, മലയന്മാരുടെ തുയിലുണർത്തൽ, അങ്ങനെയുള്ള ഭാഗം എല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ്, അതായത് ബലിയർപ്പിക്കലിന്റെ ഭാഗത്താണ്. പലതരത്തിലുള്ള ബലികളുടെ പേരുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഉച്ചബലി, അതുപോലെ കളമൂട്ടുബലി, പിന്നീട് വരുന്നത് കുറത്തിയാട്ടം അല്ലെ കുറത്തി നൃത്തം വരുന്നത് ഏത് കൃതിയിൽ ആദ്യമായിട്ടെന്ന് ചോദിച്ചാൽ അതും തിരുനിഴൽ മാലയിലാണ്. പാന എന്ന് പറഞ്ഞാൽ പാന കീർത്തന സാഹിത്യം, അതിൽ വരുന്നതാണ് പാന. അത് വരുന്നതും ആദ്യമായിട്ട് വരുന്നത് ഏതിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം വരുന്നത് ഏതിലെന്ന് ചോദിച്ചാൽ അതും നമ്മൾ തിരുനിഴൽ മാല തന്നെയാണ് ഉത്തരം. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രനൊക്കെയും നൽകുന്ന ആശിസുകൾ വർണ്ണിച്ച് ഫലശ്രുതിയോടെ കൃതി എന്ത് ചെയ്യുന്നുണ്ട്, സമാപിക്കുന്നു. ഈ ബലിയർപ്പണം കഴിഞ്ഞു കഴിയുമ്പോൾ സമാപിക്കുന്നു. അപ്പോൾ സ്തുതികളാകുന്നത് ഈ ഒരു ദേവചരിതങ്ങൾ, ഓരോ ദേവന്മാരുടെയും ചരിതങ്ങളൊക്കെ സ്തുതികളായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു മൂന്നാമതായിട്ട് വരുന്ന ബലിയർപ്പിക്കൽ എന്നുള്ള വിഭാഗത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദേവന്മാരാണെന്ന് ഓർക്കണം. കുറത്തി നൃത്തം എന്ന് പറഞ്ഞാൽ മലയർ കൃഷ്ണന്റെ മെയ്യിലെ പാപം കളയുന്നതാണ്. കുറത്തി നൃത്തം മലയർ ശ്രീകൃഷ്ണന്റെ മെയ്യിലെ പാപം കളയുന്നു. അപ്പോൾ ആ ഒരു പാപം കളയുന്ന ചടങ്ങ് കഴിയുന്നതോടുകൂടി പിന്നെ അടുത്തതായിട്ട് വരുന്ന നിഴലേറ്റലാണ്. ഈ നിഴലേറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബലി എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ആ ഒരു പിന്നെ ഒരു കൃതി ബലി വർണ്ണനയുള്ള ഈ മൂന്നാം ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ നിഴലേറ്റലോടുകൂടിയുള്ള ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കൃതിയുടെ കാമ്പ് അല്ലെങ്കിൽ കാതൽ എന്ന് പറയാവുന്ന ഒരു ഭാഗം. ഇവിടെ മലയർ മുഖ്യ കാർമ്മികരായിരുന്നുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ദിക്കിലെയും ബലി ഓരോ ദിവസത്തെയും അനുഷ്ഠാനമായിട്ടാണ് നടത്താറുള്ളത്.
കിഴക്ക് ദിക്കിലെ ബലിയാണ് ആദ്യമായിട്ട് നടത്തുന്നത്. കിഴക്ക് ദിക്കിലെ ബലിയാണ്. പിന്നീട് ദേവനെ തുയിലുണർത്തുക എന്ന് പറഞ്ഞാൽ ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ. തുയിലുണർത്തി ബലിക്കളത്തിലേക്ക് ആനയിക്കുന്നുണ്ട്. ബലിക്കളത്തിലേക്ക് ആനയിച്ച ശേഷം ശിവനും ഇന്ദ്രനും ദുർഗയും എത്തിച്ചേരുന്നു. അങ്ങനെ സന്ധ്യയ്ക്ക് കിഴക്കു ദിക്കിൽ ബലിയിടുന്നു. അപ്പം ഇതിന്റെ ഈ സന്ധ്യയിൽ ഒരു വർണ്ണന വരുന്നുണ്ട്, അത് ഞാൻ വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒന്നാമത് നമ്മൾ തിരുനെൽമാല ആരംഭിക്കുമ്പോൾ കാണുന്ന ഒരു വരിയാണ്, താരുളി മടന്ത നിന്ന് തന്തതം നാദം കുനിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വരി വരുന്നത് കേരള പൂവനം, അതായത് കേരളത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന വരി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. താരുളി മടന്ത നിന്ന് തന്തതം നാദം കുനിക്കൂ കേരള പൂവനം. അതുപോലെ ഇതിനകത്ത് വരുന്ന മറ്റൊരു വരിയാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മുടെ സന്ധ്യയുടെ വർണ്ണനം വരുന്നത്, മുകിലാന മുൻചുകപ്പും മുകിൾ മുല്ലനകം കയറ്റി തിറകൾ നീഴ്മീൻ പുള്ളി പൊങ്ക എന്നാണ്. ഈ പോം എന്നുള്ളത് അന്നത്തെ കാലത്ത് ഇല്ല, പൊങ്ക എന്നാണ്. പക്ഷെ അതിന്റെ അക്ഷരം ഇപ്പോൾ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പൊങ്ക തിറ്റയെന്നും വാപിളന്തു പുകഴ്ക്കോല മന്തി എന്നും പുലി വന്തു കുറുക കണ്ടു പകലോനാം മാൻകിടാവ് പരവയിൽ പായക്കാണീർ. ഇതിൽ ഈ പുകഴ്ക്കോല മന്തി എന്നും പുലിവന്തു കുറുക കണ്ടു പകലോനാം മാൻകിടാവു പരവയിൽ പായക്കാണീർ എന്ന് പറഞ്ഞ വരിയാണ് പല പരീക്ഷയ്ക്കും തിരുനിഴൽമാലയിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വരികൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സാഹിത്യ ചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെ, അല്ലെങ്കിൽ അതിനകത്തെ വരികളാണ് സാധാരണയായി ചോദിച്ചു കാണുന്നത്. ഇത് കവിതാ സാഹിത്യ ചരിത്രത്തിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചതാണ്. മുകിലാന മുൻചുകപ്പും മുകിൾ മുല്ലനകം കയറ്റി തിറകൾ നീഴ്മിൻ പുള്ളി പൊങ്ക തിജയെന്നു വാവിളന്തു പുകഴ്ക്കോല മന്തിയെന്നും പുലിവന്തു കുറുക കണ്ടു പകലോനാം മാൻകിടാവു പരവയിൽ പായക്കാണിർ. ഇതിന്റെ അർത്ഥം അന്തിച്ചുവപ്പ്, അതായത് അന്തിച്ചുവപ്പ് നിറം, മുല്ലമൊട്ട് നഖം, നക്ഷത്ര പുള്ളികൾ ഇവയോടുകൂടിയ സന്ധ്യയാകുന്ന പുലി വന്ന് അടുക്കുന്നത് കണ്ട് പകലോനാകുന്ന മാൻകിടാവ് ഓടുന്നു, അല്ലെങ്കിൽ കടലിൽ ചായുന്നു. ഈ പരവയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, നേരത്തെ നമ്മൾ കണ്ടല്ലോ പരവയിൽ തിരകൾ പോലെ എന്നല്ലേ വന്നത്. അതുകൊണ്ട് തന്നെ പരവയിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? കടലാണ്, കടൽ. അപ്പോൾ അങ്ങനെ കടലിൽ ചാടുന്നു എന്നുള്ളതാണ്. അന്തിമേഘ ചുവപ്പ് നിറമാണ് ഈ മുകിലാന മുൻചുകപ്പും. പിന്നീട് മുകിൽ മുല്ലനകം, മുല്ലമൊട്ട് നഖം, നക്ഷത്ര പുള്ളികൾ. അപ്പം ആ ഒരു നീഴ്മീൻ പുള്ളി പൊങ്ക ചിന്ത അങ്ങനെ വന്നിരിക്കുന്നതാണ് ഈ നക്ഷത്ര പുള്ളികൾ. ഇവയോട് കൂടിയ സന്ധ്യ എന്ത് ചെയ്യുന്നു? അത് പുലി വന്നടുക്കുന്നത് കണ്ട് പകലോനാകുന്ന മാൻകിടാവ് ഓടുകയാണ്, ഓടിക്കടലിൽ ചാടുന്നു എന്നാണ് ഈ വരികൾ ഉദ്ദേശിച്ചത്. ഇത് സന്ധ്യയുടെ വർണ്ണനം തിരുനെൽമാലയിൽ കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഈ സന്ധ്യയുടെ വർണ്ണനം കഴിഞ്ഞ് പിന്നീട് മലയർ അങ്ങനെ കിഴക്കു ദിക്കിൽ ഒരു ബലിക്കളം ഉണ്ടാക്കി ഒരു ആനന്ദ തത്വമായിട്ടുള്ള ഒരു ഹരനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മലയനാണ് ആറന്മുളത്തേവരോട് ബലിക്കളത്തിലേക്ക് എഴുന്നള്ളാൻ പറയുന്നത്. മലയൻ ഹരകഥയൊക്കെയും ദേവനോട് പറഞ്ഞ ശേഷം ശിവന് ബലി നൽകുകയും ശിവനുടെ ബലി കൊടുത്തോം 20 വേറില്ല എന്നിവിടെ സൂചിപ്പിക്കും. ശിവനെ പറഞ്ഞിരിക്കുന്നത് ശിവൻ എന്നാണ്. ശിവനുടെ ബലി കൊടുത്തോം ഇരുവരും വേറില്ല എന്ന് സൂചിപ്പിച്ചു. ശിവനും വിഷ്ണുവും ഒരാൾ തന്നെയാണെന്നാണ് ഇരുവരും വേറില്ല എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രഭാതത്തിൽ പിറ്റേന്ന് പ്രഭാതമാകുമ്പോൾ തുയിലുണർത്തി മറ്റും കഴിഞ്ഞ് ആറന്മുള അപ്പൻ എഴുന്നള്ളുന്നു. എഴുന്നള്ളി കഴിഞ്ഞിട്ട് അവിടെ എത്തിച്ചേരുന്നത് യമനും അറുമുഖനും കാളിയുമാണ്. യമൻ, അറുമുഖൻ, കാളി എന്നിവരാണ്. കാളിക്കാണ് ബലി കൊടുക്കുന്നത്. സന്ധ്യയ്ക്ക് തന്നെയാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഒരു കൽപ്പനയായിട്ട് വന്നിരിക്കുന്ന ഒരു കവിത, ഒരു വരിയാണ് ഇത്. വാനമാം കഴനി തന്നിൽ വൻതെന്നൽ കരുവി പൂട്ടി ഊനമിൽ മേഘമെന്നും ഉണ്മ ചേർ കരിടു നീക്കി താനെഴിൽ അന്തിയെന്നും തകും പുകഴെഴു വൻ വന്തു മീനെന്നും വിത്തുകോരി വിതയ്ക്കുന്ന പരിചൊപ്പാരീർ. ഒന്നുകൂടി പറയാം. വാനമാം കഴനി തന്നിൽ വൻതെന്നൽ കരുവി നിപ്പൂട്ടി ഊനമിൽ മേഘമെന്നും ഉണ്മ ചേർ കരിടു നീക്കി താനെഴിൽ അന്തിയെന്നും തകും പുകഴെഴുവൻ വന്നു മീനെന്നും വിത്തുകോരി വിതയ്ക്കുന്ന പരിചെപ്പാരീർ. എന്ന് വെച്ചാൽ
അന്തിയാകുന്ന ഉഴവൻ, വാനമാം കഴിഞ്ഞു തന്നിൽ അന്തിയാകുന്ന ഉഴവൻ നക്ഷത്രങ്ങൾ, ആകാശമാകുന്ന വയലിൽ നക്ഷത്രങ്ങളാകുന്ന വിത്ത് കോരി വിതയ്ക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അന്തിയാകുന്ന ഉഴവൻ ആകാശമാകുന്ന വയലിൽ, ആകാശമാകുന്ന വയലിൽ തെന്നലാകുന്ന കരി കൊണ്ട് ഉഴുത്, തെന്നലാകുന്ന കരി കൊണ്ട് ഉഴുത് മേഘക്കരടുകൾ നീക്കി നക്ഷത്രങ്ങളാകുന്ന വിത്ത് കോരി വിതയ്ക്കുന്നു. അതാണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലെ ദ്രവിഡ സംഘാത അക്ഷരം ആയതുകൊണ്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുകയും കുറഞ്ഞ വാക്കുകൾ മാത്രം മനസ്സിലാകുകയും ചെയ്യുന്നത്. അപ്പോൾ അന്തിയാകുന്ന ഉഴവൻ ആകാശമാകുന്ന വയലിൽ തെന്നലാകുന്ന കരി കൊണ്ട് എഴുത് മേഘക്കരടുകൾ നീക്കി നക്ഷത്രങ്ങളാകുന്ന വിത്ത് കോരി വിതയ്ക്കുന്നു എന്നാണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ വരികൾ തരുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ വരികളുടെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയാണ് ഒരു യുദ്ധകാണ്ഡത്തിൽ വരുന്ന വരിയും ഇവിടെ നോക്കൂ, നല്ലൊരു ഒരു കുറച്ചുകൂടി നന്നായിട്ട് വരുന്ന രീതിയിലാണ്, യുദ്ധത്തിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് ഇത് തിരുനിഴൽമാലയിലെ വരിയാണെന്നുള്ള നമ്മളുടെ ഒരു ഗസ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതിനുശേഷം തെക്കേദിക്കിൽ കാളിയെ പ്രതിഷ്ഠിക്കുന്നു. ഒരു മലയൻ ബലിക്കളത്തിലേക്ക് തേവരെ ക്ഷണിക്കുന്നു. കാളിയുടെ ചരിതമൊക്കെയും അദ്ദേഹത്തെ കേൾപ്പിച്ചിട്ട് ബലി കൊടുത്തോം തകമ്പുകൾ വിളക്കെറിന്തോം എന്ന് പറയുന്നു. ബലി കൊടുത്തോം തകമ്പുകൾ വിളക്കെറിന്തോം എന്നറിയിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. പിന്നീട് ബലി കൊടുക്കലും വിളക്കെറിയലുമാണ് ചടങ്ങ്. അവസാനം വരുന്ന ചടങ്ങാണ് ബലി കൊടുക്കലും വിളക്കെറിയലും. ബലികർമ്മവും വിളക്കെറിയലും എല്ലാം ചെയ്യുന്നത് മലയരാണ്. ബലി കൊടുത്തോം ഞങ്ങൾ ബലി കൊടുത്തു, വിളക്കെറിന്തോം ഞങ്ങൾ വിളക്കെറിഞ്ഞു. പിന്നീട് 3-ാം ദിവസമാകുമ്പോൾ പ്രഭാതത്തിൽ പള്ളി ഉണർത്ത് കഴിഞ്ഞ് ദേവൻ നിഴൽ തറയിൽ ഇരിക്കുമ്പോൾ പിന്നീട് വരുന്ന ആളുകളാണ് ബ്രഹ്മാവ്, അതുപോലെ തന്നെ വിനായകൻ, കുബേരൻ തുടങ്ങിയവർ. ഈ ബ്രഹ്മാവ്, വിനായകൻ, കുബേരൻ എന്നിവർ വന്നു ചേർന്ന ശേഷം പശ്ചിമ ദിക്കിൽ പ്രതിഷ്ഠിക്കുന്നത് ഒരു നരസിംഹമൂർത്തിയെയാണ്. ആ നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച ശേഷം മലയർ തേവരെ വീണ്ടും ക്ഷണിക്കുകയാണ്. തേവർ ബലിക്കളത്തിലെത്തുന്നു. അവിടെ നാരദൻ അദ്ദേഹത്തെ ദശാവതാരകഥ കേൾപ്പിക്കുന്നു. അപ്പൊ ഇതെല്ലാം കേൾപ്പിക്കുന്ന ഈ ഒരു സമയത്ത് അവിടെ ഭക്തരായി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് കേൾക്കാനുള്ള അവസരം കൂടിയാണ് അവിടെ ഒരുക്കപ്പെടുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിനുശേഷം അവതാര കഥ കഴിഞ്ഞാൽ നിന്നുടെ കോലം തന്നെ നിയതം കണ്ടുരുളു പോറ്റി എന്ന് അവസാനിപ്പിക്കുന്നു. നിന്നുടെ കോലം തന്നെ നിയതം കണ്ടുരുളു പോറ്റി എന്ന് അവസാനിപ്പിക്കുന്നു. പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവനും കഥ കേൾക്കുന്ന ദേവനും ഒന്നു തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. മണ്ണിട ബലി കൊടുത്തവും വർത്തനം നിനക്ക് തന്തവും എന്ന് മലയർ തേവരോട് ഉണർത്തി അകത്തേക്ക് വീണ്ടും അദ്ദേഹത്തെ എഴുന്നള്ളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 4-ാം ദിവസം തുയിലുണർത്ത് കഴിഞ്ഞാൽ നിഴൽ തറയ്ക്കൽ ഇരുന്നരുളിയ ദേവന നിഴൽ പൊലിപ്പാൻ ഋഷികളാണ് അവസാനമായിട്ട് എത്തിച്ചേരുന്നത്. ഋഷികൾ എത്തിച്ചേരുമ്പോൾ അന്ന് വടക്ക് ദിക്കിലാണ് ബലി വരുന്നത്. വടക്ക് ദിക്കിൽ ബലി വന്നു കഴിഞ്ഞാൽ അവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ക്ഷേത്രപാലകനാണ്. ക്ഷേത്രപാലകൻ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞ് ബലിക്കളത്തിൽ പലപാട് കഴുകു നാട്ടുന്നു. കഴുകു നാട്ടിയ ശേഷം പ്രാചീന നരബലിയുടെ അനുകരണമായ ചില ചടങ്ങുകൾ നടത്തുന്നുണ്ട്. ചില മലയർ കഴുകിന്മേൽ മലർന്നു കിടന്ന് തടുതടുക്കെ കാൽ തുള്ളിക്കുകയും ചോര ഒഴുകും പോലെ കുരുതി മാറിലൂടെ ഒഴിക്കുകയും മറ്റും, അങ്ങനെ കുടൽമാല താന്നു കിടക്കുന്ന പോലെയും കുടൽമാല പുറത്തു വന്ന് ഞാന്നു വീഴുന്നത് പോലെയും ഒക്കെയും അവിടെ അങ്ങനെ സൂചിപ്പിക്കുന്നു. പരുന്ത്, കഴുകൻ, കാക്കയൊക്കെ പലകമേൽ നീളെ നിരക്കുന്നത് പോലെയും പിന്നീട് തുടികൊട്ട് മുഴങ്ങുന്നു. അങ്ങനെ ഒരു ബലിയുടെ കളത്തിന്റെ ഒരു പ്രതീതി, ഒരു നരബലിയുടെ കളത്തിന്റെ പ്രതീതി അവിടെ ഉളവാക്കുന്നു. അടിയങ്ങൾ വടക്കിനെ ബലി കൊടുത്തോം കരതലം നെഞ്ചുകീറി കഴുകിൻ മേലെടുത്തെറിന്തോ എന്നെല്ലാം തേവരെ ഉണർത്തുകയാണ്. അങ്ങനെ ക്ഷേത്രപാലകനുള്ള ബലിക്ക് ശേഷം മലയികളുടെ നർത്തനം നടക്കുന്നു. അന്ന് ദേവനെ എന്ത് ചെയ്യുന്നില്ല, പള്ളിക്കുറുപ്പിന് അയക്കുന്നില്ല. മലയരുടെ നർത്തനം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നേരം വെളുക്കുന്നു. വാനവർ പലരുഞ്ചുഴ നിഴൽ തറയ്ക്കൽ ദേവൻ എഴുന്നരുളുന്നു അങ്ങനെ പറഞ്ഞ ശേഷം അന്ന് ഉച്ചയ്ക്ക് ബലിയുണ്ട്. അതോടുകൂടിയാണ് തിരുനിഴൽമാല അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തിരുനിഴൽമാലയിലെ ഒരു ബലി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. പിന്നെ മറ്റൊരു വരിയിൽ പറയുന്നത് ഒരു മധ്യാഹ്നത്തിന്റെ വർണ്ണനം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: അഖില മാമുദേയെപ്പും അത്തമാം പൊരുപ്പും തമ്മിൽ പദമറിയ വേണ്ടി തിരയെന്നും തരാജിലിട്ടു നികുഴു ജീർതെന്നൽ തട്ടാൻ നിറുത്തിന മകുടുപോലെ കനകതാവളത്തിൽ വന്നു കതിരവൻ നിൽക്ക കാണീർ.
അപ്പൊ ഈ ഒരു ഉദയപർവവും അസ്തമ പർവ്വതവും തമ്മിൽ ഒരു രണ്ടുപേരും തമ്മിൽ നോക്കുകയും അവിടെ എന്തിനാണെന്ന് അറിയാൻ വേണ്ടി തെന്നൽ അതിന്റെ ഇടയിൽ വന്ന് കാറ്റ് വന്നിട്ട് അവിടെ തട്ടാൻ തിരയാകുന്ന കടൽ ത്രാസിലിട്ട് തൂക്കുമ്പോൾ നടുക്ക് ത്രാസിന്റെ മകുടം എന്ന പോലെ ആകാശത്ത് സൂര്യൻ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വരി കൂടി ലീലാവതി ടീച്ചർ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ട്. അപ്പം ആ ഒരു വരി കൂടി പിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അത് ചോദ്യത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഇത്തരം വരികൾ തിരുനെൽമാലയിൽ നിന്നുള്ളതാണ്, ഇതുവരെ അർത്ഥമൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഏതാണ് ചിലപ്പം അലങ്കാരം ഏതെന്നൊക്കെ ചോദ്യം വരാവുന്ന ഒരു ഏരിയയാണ് പല വരികളും തന്നിട്ട്. അപ്പം ഈ അലങ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത് കവിതാ സാഹിത്യ ചരിത്രത്തിലാണ്. ഇനി തിരുനെൽമാലയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ പരാമർശങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാതെ പോകാൻ കഴിയത്തില്ല. ഒന്നാമത്തെ ഒരു പരാമർശം വരുന്നതാണ് മലനാട്ടിൽ ഭാഷാ കവിത ആരംഭിക്കുന്നതിനെ കുറിച്ച്. മലനാട്ടിൽ ഭാഷാ കവിത ആരംഭിക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് ആദ്യമായി പരാമർശമുള്ള ഒരു കൃതിയാണ്. അപ്പൊ മലനാട്ടിലെ ആദ്യ കവി എന്ന് പറയുന്നത് കുറുമൂർ പള്ളി. മലനാട്ട് കവിഗണം ആരെന്ന് വ്യക്തമല്ല, കുറുമൂർ പള്ളി എന്നാണ്. കുറുമൂർ പിള്ളയാണെന്നും ഈ കൃതി സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതിനകത്ത് കാണുന്നത് കുറുമൂർ ഈ മലനാട്ടിലെ ആദ്യ കവിയായിട്ട് കുറുമർ പിള്ളയാണ് എന്ന് പല പണ്ഡിതന്മാരുടെ ശ്രദ്ധയിലേക്കൊക്കെ വരുന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആരെന്നുള്ളത് വ്യക്തമല്ല എന്നാണ് ടീച്ചർ അഭിപ്രായപ്പെടുന്നത്. ടീച്ചർ പറയുന്നത് കുറുമൂർ പള്ളി മലനാട്ടു കവിഗണം ആരെന്ന് വ്യക്തമല്ല, ആരായാലും അവർ തങ്ങളാലായ വണ്ണം കവിത ചമച്ചു. കുറുമൂർ പള്ളിത്തങ്ങൾ എന്ന അർത്ഥം എടുക്കുന്നതിന് സാങ്കത്യം പോരാ എന്നാണ് ടീച്ചർ അഭിപ്രായപ്പെട്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു കൃതിയുമായി ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന് ബലി നൽകുന്ന മലയരാണെന്നുള്ളതാണ് ഒരു പരാമർശം വരുന്നത്. പിന്നെ എൻ സാമന്തർ എന്ന് കാണാം. എൻ സാമന്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സാമന്തർ 5 നാടുകൾ ഭരിച്ചവരാണ്. എൻ സാമന്തർ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അവരാണ് ആറന്മുള ക്ഷേത്രത്തിലെ എന്നറിയപ്പെടുന്ന വിഭാഗം. എൻ സാമന്തർ വേണാട്, ഓടനാട്, വെൺപലനാട്, വള്ളുവനാട്, അതുപോലെ എറനാട്, ഈ നാടുകളൊക്കെയും ഭരിച്ചിരുന്നതാണ് എൻ സാമന്തർ. അല്ലാതെ 8 സാമന്തർ എന്നല്ല അവിടെ അർത്ഥമാകുന്നത്. ഈ നാടുകൾ ഭരിച്ചിരുന്നവരെ ഊരാളന്മാര് ആയിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഊരാളന്മാർ അവരായിരുന്നു ക്ഷേത്ര ഭരണ കമ്മിറ്റി. അപ്പോൾ അതുകൂടി ഈ ഒരു പിന്നെ എൻ സാമന്തർ ആരൊക്കെ എന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. വേണാട്, ഓടനാട്, വെൺപലനാട്, വള്ളുവനാട്, ഏറനാട് എന്ന നാടുകൾ ഭരിച്ചവരാണവർ. മറ്റൊന്ന് അതുപോലെ ഈ ഒരു ഇതിനകത്ത് മറ്റൊന്ന് വരുന്നതാണ്, മറ്റൊന്ന് വന്നത് പന്നിയൂർ ശുഗപുരമാണ്. ഗ്രാമവേലക്കാർ, മാമാങ്ക വേലക്കാർ. പന്നിയൂർ ശുഗപുരം എന്ന് പറയുന്ന കൃതി ഓരോ കൃതികളിൽ ഏതിലൊക്കെ കൃതികളിലാണ് പരാമർശമുള്ളതെന്ന് മുൻകാല ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പന്നിയൂർ ശുഗപുരം എന്ന് പറയുന്ന ഗ്രാമങ്ങളെ കുറിച്ച് അന്യോന്യ ശത്രുതയെ കുറിച്ചും അതുപോലെ മാമാങ്ക വേലയെ കുറിച്ചും പ്രസ്താവനയുണ്ട്. അന്യോന്യം ശത്രുതയുള്ള നാടുകളായിരുന്നു പന്നിയൂരും ശുഗപുരവും. അതിനെക്കുറിച്ച് പ്രസ്താവന കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാമാങ്കത്തെ കുറിച്ചും പ്രസ്താവനയുണ്ട്. പിന്നെ വേറൊരെണ്ണം മറ്റൊന്നാണ് ഈ ഒരു കേരളത്തിലെ 4 തളികൾ ക്ഷേത്രം, അതിനെക്കുറിച്ച് പരാമർശം വരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെമ്പലനാട് പരശുരാമൻ മണിമുറമെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന ഐതിഹ്യത്തിന്റെ സൂചന ആദ്യം നൽകുന്ന കൃതി കൂടിയാണിത്. മറ്റൊന്ന് പലതരം ബലികളാണ്. പലതരം ബലികളിലാണ് ഈ ഉച്ചബലി, കളമൂട്ടുബലി, ബലിക്കളമൊക്കെ പരാമർശം വരുന്നത്. പിന്നെ വേറൊരു ചോദ്യത്തിൽ കണ്ടിട്ടുള്ളതാണ് തിരുവഞ്ചിക്കുളം എന്ന് പറയുന്നത് പരാമർശിച്ചിട്ടുള്ള കാവ്യം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തിരുനിഴൽമാലയാണ്. പിന്നെ ആറന്മുള ഗ്രാമത്തിലെ 5 ക്ഷേത്രങ്ങളെ കുറിച്ച് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ ആറന്മുളയെ കുറിച്ച് ഏത് കാവ്യമാണ് ഈ ഒരു പുരന്ദര നഗരി എന്ന് ഏത് ഗ്രാമത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് ആറന്മുളയെ കുറിച്ചാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് മറ്റു പേരുകൾ അതിന് ഓരോന്നും കൊടുത്തിരിക്കുന്നത് നൽകുകയും ഉത്തരത്തിൽ കൊടുങ്ങല്ലൂര്, കൊല്ലം, ചൂർണിമേവിൻറിടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള വാക്കുകൾ അല്ലെ വരികളുടെ ഒരു ഭാഗം കൊടുക്കുകയും ആ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ ആ ഒരു ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. അത് ഈ പുരന്ദര നഗരി എന്നുള്ള ആ ഒരു പരാമർശം വരുന്ന ഒരു ഗ്രാമത്തെ കുറിച്ച് ഏതാണെന്നുള്ളത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രസ്താവം കൊടുങ്കൊല്ലൂരല്ലോ വെന്നിക്കൊടിക്കൂറ തുള്ളുമേടം എന്ന പ്രസ്താവം ചേര സാമ്രാജ്യത്തിന്റെ പതനത്തിന് തൊട്ടു മുമ്പുള്ള ഘട്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പുരുഷോത്തമൻ നായർ പറയുന്നത്.
അതായത് കൊടുങ്കൊല്ലൂരല്ലോ വെന്നി കൊടിക്കൂറ തുള്ളുമേടം എന്ന പ്രസ്താവം ചേര സാമ്രാജ്യത്തിന്റെ പതനത്തിന് മുൻപുള്ള ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഈ കൃതി പിന്നെ ആറന്മുള ക്ഷേത്ര സംബന്ധിയാണെങ്കിലും താളിയോല കണ്ടെത്തിയത് ചില സാഹിത്യ ഗ്രന്ഥങ്ങളിനകത്ത് അത് കാസർഗോഡിലെ വെള്ളൂരിൽ എന്ന് പറയുന്നു. പക്ഷെ കവിതാ സാഹിത്യ ചരിത്രത്തിൽ പറയുന്നത് കണ്ണൂരിലെ വെള്ളൂരിലുള്ള ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ്. അപ്പൊ രണ്ട് സാഹിത്യകൃതികളിൽ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വന്നാലും ചാമക്കാവ് ദേവസ്വം എന്നുള്ളതാണ് ഉത്തരം. പിന്നെ മലയാള ലിപിയിലാണ് ഈ തിരുനിഴൽ മാല എഴുതിയിരിക്കുന്നത്. പിന്നെ വേറൊന്ന് ഓർക്കേണ്ടത് സൂര്യമാല എന്നൊരു സ്തോത്ര കൃതിയും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. പ്രാചീനമാണ് അതും. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഗ്രന്ഥപുരയിൽ നിന്ന് കണ്ടെടുത്ത് അതും വെളിച്ചത്ത് കൊണ്ടുവന്നത് പുരുഷോത്തമൻ നായർ തന്നെയാണ്. ഡോക്ടർ എം പുരുഷോത്തമൻ നായർ ആണ്. പിന്നെ വേറൊരു അദ്ദേഹം വേറൊരു മറ്റൊരു കാര്യം പറയാനുള്ളത് മൂന്ന് പേരെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചിരുന്നു ഇല്ലാന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് വ്യാസൻ, കാളിദാസൻ, കമ്പർ, ഈ 3 പേരെ കുറിച്ചും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. വ്യാസൻ, കാളിദാസൻ, കമ്പർ. നേരത്തെ കുറമൂർ പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ പരാമർശിച്ചിട്ട് പറയുന്നത് തലമെഴും നലം പുലിന്ത തമിഴ് കവി തന്നെ പിന്ന എന്നാണ്. അങ്ങനെയാണെങ്കിൽ കമ്പരെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ രാമചരിതക്കാരനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കേണ്ടി വരും. വ്യാസനെ കുറിച്ച് പറഞ്ഞു, കാളിദാസനെ കുറിച്ച് പറഞ്ഞു, കമ്പരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അന്ന് രാമചരിതകാരനെ കുറിച്ച് സൂചിപ്പിക്കാത്ത സ്ഥിതിക്ക് രാമചരിതം അന്ന് ഉണ്ടായിട്ടില്ലായിരിക്കാം എന്നാണ് അന്നത്തെ രീതി അനുസരിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്നുള്ള പോലെ ഒരു പ്രിന്റിംഗ് രീതിയിലുള്ള ഒരു പ്രിന്റിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ അങ്ങനെയുള്ള നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഓൺലൈനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മീഡിയ, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇപ്പൊ രാമചരിതം എന്ന് പറയുന്ന കൃതി ഒരു ഉത്തര കേരളീയ കൃതിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തര കേരളത്തിൽ നിൽക്കുന്ന രാമചരിതവും ഈ ഒരു നമ്മുടെ ദക്ഷിണ കേരളത്തിൽ നിൽക്കുന്ന തിരുനിഴൽ മാലയും അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ഒരു രീതി അനുസരിച്ച് തമ്മിൽ കാണാത്തത് കൊണ്ടും സംവേദനങ്ങൾ നടക്കാത്തത് കൊണ്ടുമാവാം ഒരു പക്ഷേ തിരുനിഴൽ മാല എഴുതിയ ഗോവിന്ദൻ ഈ രാമചരിതകാരനെയോ അല്ലെങ്കിൽ ശ്രീരാമനെയോ രാമചരിതത്തെ കുറിച്ചോ അറിയാതെ പോയത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ഒരു വാദം വന്നിട്ടുണ്ട്. അതായത് രാമചരിതം ഈ കൃതികളൊക്കെയും വരുന്നത് താളിയോല ഗ്രന്ഥങ്ങളായിട്ടാണ്. ഒരു 10ഓ 15ഓ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുകയും പിന്നീട് അത് കണ്ടെടുക്കുകയും പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് പാഠവും പഠനവും വ്യാഖ്യാനവും എഴുതുകയും ചെയ്യുമ്പോഴാണ് ഈ കൃതികളൊക്കെയും ഉണ്ടെന്നും അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഇങ്ങനെ പ്രാചീനങ്ങളായിട്ടുള്ള നല്ല കൃതികൾ ഉണ്ടെന്ന് പോലും മറ്റുള്ളവർ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. രാമചരിതത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാവാം ഇവിടെ വ്യാസനെന്നും കാളിദാസനെന്നും കമ്പരെന്നും പേരുള്ള 3 കവികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രാമചരിതകാരനെ ഉൾപ്പെടുത്താത്തത് എന്നുകൂടി ഒരു പണ്ഡിത പക്ഷമുണ്ട്. മറ്റൊന്ന് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഒരു തലമെഴും നലംപൊലിന്ത തമിഴ് കവി തന്നെ പിന്ന മലനാട് തന്നിൽ മറവറും കുറമൂർ പള്ളി തങ്ങളാലായവണ്ണം ചമത്തുടൻ നികഴ്ത്തിനാരെ അങ്ങനെ ഇരിക്കും മേതിൽ അകുതികൾ ഞങ്ങളെല്ലാം ഇനി നിന്നു കവിയുരപ്പാൻ ഇടമില്ലെന്നറിഞ്ഞു പിന്നെ കനകത്തിൽ ആജ കൊണ്ടു കവിക്ക് പോയി നടക്കും നാട്ടാർ. ഇതാണ് ഇവിടെ കവികളെ കുറിച്ചും അതുപോലെ തന്നെ കുറമൂർ പള്ളി കവിയെക്കുറിച്ചും സൂചിപ്പിക്കുന്ന ഭാഗം. മറ്റൊന്ന് രാമചരിതത്തിലെ ഭാഷാ രീതിയാണ് തിരുനിഴൽ മാലയിൽ അവലംബിക്കുന്നതെങ്കിലും ഈ ഒരു തിരുനിഴൽ മാലയിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുനാസികാരി പ്രസരം, നമ്മുടെ കേരള പാണി 6 നയങ്ങളിൽ സൂചിപ്പിക്കുന്ന അനുനാസികാദി പ്രസരം, അതുപോലെ താലവ്യ ആദേശം, സ്വരസംവരണം, ഈ മൂന്നെണ്ണം വന്നു കഴിഞ്ഞതായിട്ട് കാണിക്കുന്ന രൂപങ്ങൾ സമൃദ്ധമായിട്ടുണ്ട്. അനുനാസികാദി പ്രസരമോ താലവ്യാദേശമോ സ്വരസംവരണമോ വന്ന പദങ്ങൾ കൂടുതലായിട്ട് തിരുനിഴൽ മാലയിൽ കാണിക്കുന്നു. മറ്റൊന്ന് ഇതിലെ ഭാഷ, എന്നാൽ ഇത് പകർപ്പെഴുത്തുകാര് പലരും വന്നതുകൊണ്ടാണ്. ഇപ്പൊ ഒരു കൃതി താളിയോലയിൽ എഴുതി വെക്കുന്നു, ആ ഒരു കൃതി താളിയോലയിൽ നിന്ന് അടുത്തൊരാൾ ആ കൃതിയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ സ്വന്തം, നമ്മൾ ഇന്ന് പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന ലൈബ്രറി ഉണ്ടാക്കുന്നത് പോലെ ഒരു സ്വന്തമായിട്ടൊരു വായനശാലയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങി നമ്മൾ വെക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് താളിയോലകളിൽ പകർത്തി പോയതാകാമോ എന്നുകൂടി ഒരു സംശയമുണ്ട്.
അങ്ങനെ വരുമ്പോഴാണോ ഇനി ഒരു തിരുനിഴൽമാല കുറച്ചു കാലം കഴിഞ്ഞിട്ട് മറ്റൊരാൾ എഴുതുമ്പോൾ അന്ന് ഭാഷയിലുണ്ടായ മാറ്റങ്ങളെ എന്തുണ്ടാകുന്നുണ്ടാവാം? ആ ആ ഒരു തിരുനിഴൽമാലയുടെ അടുത്ത കയ്യെഴുത്ത് പ്രതിയിലും ആ മാറ്റങ്ങൾ വരാം. ഇനി അങ്ങനെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ആ ഒരു താളിയോല ഗ്രന്ഥത്തിൽ നിന്നാണോ ഇന്നത്തെ തിരുനിഴൽമാല ഉള്ളത്? ഈ അനുനാസികാദി പ്രസരവും താലവ്യാദേശവും അതുപോലെ സ്വരസംഭരണവും വരുന്നത് അങ്ങനെയാണോ എന്നുകൂടി എന്തുണ്ട് പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്. അത് തീർത്തു പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് ലീലാവതി ടീച്ചറുടെയും അഭിപ്രായം. പ്രത്യേകിച്ച് നാഗൂർ പാടുന്ന സന്ദർഭത്തിലെ ഭാഷയൊക്കെ ആധുനിക ഭാഷയോട് അടുത്തു നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ രാമകഥപ്പാട്ടിലാണെങ്കിൽ വിരുത്തത്തിൽ അതിന്റെ വൃത്തത്തിന്റെ രീതിയിലൊക്കെ രാമചരിതത്തിൽ കാണുന്ന പോലെ പാണ്ഡ്യ ഭാഷാ സ്വരൂപ്യവും മറ്റും പാട്ടുകളിൽ സമകാല ഭാഷാ ശൈലി ഒന്നും കാണുന്നതല്ലേ, അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പം വന്നിരിക്കുന്നത് എന്നൊക്കെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ഈ ഒരു ഞാൻ പറഞ്ഞിരുന്നു കുറത്തി നൃത്തം എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്, തിരുനെൽമാലയിൽ കാണിക്കുന്നുണ്ട്. ഈ കുറത്തി ദൈവത്തെ എന്ത് ചെയ്യുന്നു, നിറപറ വെച്ച് ആവാഹിക്കുകയും അതിനുശേഷം കളമൂട്ട് ബലി നടത്തുകയും ചെയ്യുന്നു. ഈ കുറത്തി ദൈവത്തെ ഭാരതത്തിലെ നാനാ ഭാഗത്തുമുള്ള ദൈവമായിട്ടാണ് പരാമർശിക്കുന്നത്. കുറത്തി ദൈവം എന്ന് പറഞ്ഞാൽ മാതൃദൈവമായിട്ടാണ്, ദേവിയായിട്ടാണ് വർണ്ണിക്കുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യം എന്റെ ഉള്ളിലേക്ക് വന്നത്, സംഘകാലത്തിൽ ദേവിയായിട്ട് പറയുന്ന ഒരാളെ കുറിച്ച് സ്ഥിരമായ ചോദ്യം വരാറുണ്ട്. നിങ്ങളത് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. കൊറ്റവൈ എന്നാണ് സംഘകാലത്തിലെ ദേവി എന്ന് പറഞ്ഞാൽ കൊറ്റവൈയാണ്. അപ്പൊ ഇവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ അത് കുറത്തി ദൈവമാണ്. ഈ കുറത്തി ദൈവം ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒക്കെയും ദേവീക്ഷേത്രത്തിലെ മാതൃദേവതയായിട്ടാണ് കുടികൊള്ളുന്നത് എന്നാണ് അന്നത്തെ സങ്കല്പം എന്നാണ് പറയുന്നത്. കുറത്തി ദൈവത്തോട് നൃത്തമാടാൻ അപേക്ഷിക്കുകയും ആറന്മുള തേവരുടെ സാന്നിധ്യത്തിൽ തന്നെ മാതൃദേവിക്ക് ഒരു കളമൂട്ടുവലി, ഞാവലം വലി എന്നാണ് പറയുന്നത്. കളമൂട്ടുവലിയുടെ പേര് ഞാവലം വലി എന്നാണ്. അത് നടത്തുകയും ചെയ്യുന്നു. പിറ്റേന്ന് പ്രഭാതമാകുമ്പോൾ ദേവൻ നിഴൽ തറയ്ക്കൽ ഇരുന്നരുളുമ്പോൾ പാനയും നടത്തുന്നു. കാമൻ പാന പിടിക്കുന്നു. മലയർ കണ്ണൻമേയിലെ പാപം കളയുന്നു. അതാണ് അവസാനത്തെ രംഗം. അവിടെയാണ് ഈ കുറത്തി നൃത്തം വരുന്നത്. പിന്നെ ബ്രഹ്മാവും ശിവനും മഹർഷിമാരും ഒക്കെയും ആശിസ് നൽകുകയും ചെയ്യുന്നതോടുകൂടിയാണ് തിരുനിഴൽമാല അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുനിഴൽമാലയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതല്ലാതെ കൂടുതലായിട്ട് ഇതുവരെയും ചോദ്യങ്ങളിലൊന്നും കണ്ടു വന്നിട്ടില്ല തിരുനിഴൽമാലയെ കുറിച്ചുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് ഒരു ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്, ഊരാളന്മാർ തമ്മിൽ തല്ലി ഊക്കില്ലാതിരിക്കുന്ന ദേവൻ എന്ന് പറഞ്ഞിട്ട്, ഊരാളന്മാർ തമ്മിൽ തല്ലി ഊക്കില്ലാതിരിക്കുന്നു ദേവൻ എന്ന് പറഞ്ഞ പരാമർശം ഉള്ള കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് തിരുനിഴൽമാലയാണ്. മറ്റൊരു ചോദ്യം ഈ മാമാങ്കത്തെ കുറിച്ചുള്ള പരാമർശമാണ്. ഞാനത് കൂടുതലായിട്ട് പറയാം. പന്നിയൂർ ശുകപുരം കഴിഞ്ഞിട്ട് പറയേണ്ട ഒരെണ്ണമായിരുന്നു മാമാങ്ക വേലക്കാർ. മാമാങ്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, രണ്ട് അന്നത്തെ രണ്ട് ഭരണത്തിലിരിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചെറു രാജ്യങ്ങളാണെങ്കിൽ, നാട്ടുരാജ്യങ്ങൾ കൂട്ടങ്ങളാണെങ്കിലോ നാട്ടുരാജ്യങ്ങളാണെങ്കിൽ പോലും അവർ തമ്മിലുള്ള സ്പർദ്ധകൾ തീർക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യോദ്ധാക്കളായിരിക്കുന്ന ആളുകളെ ആയിരുന്നു. അങ്ങനെ യോദ്ധാക്കളിൽ ഒരാൾ മരിക്കുന്നു, രണ്ടുപേരും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ആ ഒരു യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ മാമാങ്കം എന്ന് പറയുന്നത്. ആ മാമാങ്കം ഈ പ്രാവശ്യം ഈ ജൂണിലെ 2023 ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടത്തുന്നത് എന്നുള്ളതായിരുന്നു. മാമാങ്കം നടത്തുന്നത് 12 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ മാമാങ്ക വേലക്കാർ, ഇതിലെ നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യം, പന്നിയൂർ ശുകപുരം ഗ്രാമങ്ങൾ തമ്മിലുള്ള ശത്രുതയിൽ അങ്ങനെ ഉണ്ടായതാണോ ഈ മാമാങ്ക വേലയെ കുറിച്ചുള്ള പരാമർശമെന്നും നമുക്ക് ഓർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തിരുനെൽമാലയെ കുറിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ മാമാങ്കത്തെ കുറിച്ചുള്ള പരാമർശമുള്ള കൃതി എന്നുള്ളത് കൂടി ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് തിരുനിഴൽമാല എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഇതുവരെ മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ഇതിന്റെ കൂടുതലായിട്ട് വരുന്ന നോട്ടുകൾ അതുപോലെ വരികൾ ഇതെല്ലാം ഞാൻ ഇതുവരെയുള്ള ഇതിനോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാം അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ചോദിക്കുകയോ വീഡിയോയുടെ താഴെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. രണ്ട് കൃതികളും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. രണ്ട് കൃതിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ പലപ്പോഴും
തിരിഞ്ഞ് പോകാറുള്ളത് ഈ തിരുനിഴൽ മാലയും രാമചരിതവും എന്നുള്ള 2 ഓപ്ഷൻ കാണുമ്പോഴാണ്. തിരുനിഴൽ മാലയിൽ നിന്നും രാമചരിതത്തിൽ നിന്നുള്ള വരികൾ ഇങ്ങനെ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഇനി രാമചരിതത്തിലെ 2-3 വരി കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുനിഴൽ മാലയിലെ അവസാനത്തെ വരികൾ നിങ്ങൾ നോക്കുക. രാമചരിതത്തിൽ കുംഭകർണൻ രാക്ഷസന്മാരൊക്കെ കൂടിയിരിക്കുന്ന സഭയിലേക്ക് കുംഭകർണൻ പ്രവേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: നിറൈന്തളവിൽ നീലമുകിലൈ പഴി ചെയ്യും മെയ് നിറം കിളിർന്ന കുംഭകരുണൻ നിഖില ലോകം നിറൈന്തു മുഴുങ്ങിൻഡ മൊഴിയാൽ തമയനുള്ളം നിറൈന്തു വരുമാറു നിവരെ തൊഴുതുരൈത്താൻ. എങ്ങനെയാണ് ഈ വരിയും മറ്റൊരു തിരുനിഴൽ മാലയിലെ വരിയും, അല്ലെങ്കിൽ ഈ ഒരു വരി തന്നിട്ട് തിരുനിഴൽ മാലയും, ഈ തിരുനിഴൽ മാല രാമചരിതം എന്ന് പറയുന്ന 2 കൃതികൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഇത്തരത്തിൽ വരികൾ വന്നിട്ടുള്ളത് നിങ്ങൾ സൂചിപ്പിക്കണം. മനസ്സിലാകാത്ത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒറ്റ വായനയിൽ മനസ്സിലാകുന്നില്ല എന്നാണ്. എന്നാൽ നമുക്ക് അതിന്റെ വ്യാഖ്യാനമോ സംഗ്രഹമോ കിട്ടിയാൽ നമുക്ക് അതുകൂടി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വരികൾ എങ്ങനെയാണ് ഏത് കൃതിയിലാണെന്ന് മനസ്സിലാക്കുന്നത്? നിങ്ങളത് ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് വിടാതെ നിങ്ങൾ ചെയ്യേണ്ടത് 2 മാർക്ക് എന്ന് പറയുന്ന നെഗറ്റീവ് മാർക്കായി പോകാത്തതായതുകൊണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്ത് എഴുതാവുന്നതാണ്. നിറൈന്തളവിൽ നീലമുകിലൈ പഴി ചെയ്യും മെയ് നിറം കിളിർന്ന കുംഭകരുണൻ. ഈ ഭ എന്ന് പറയുന്നത് ഭരണി എന്ന് പറയുന്ന ഭ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദ്രമിഡസംഘാത അക്ഷര നിബദ്ധം എന്ന് പറയുമ്പോൾ അതിൽ അധികരം ഋതുഘോഷമില്ല. അതുകൊണ്ട് തന്നെ കുംപായാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കുംഭകരുണൻ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കുംഭകർണനെ പറഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ തൽഭവം അഥവാ ആര്യചിതവ് പറ്റിയ രൂപമാണ് കുംഭകരുണൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ഒരൊറ്റ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് എവിടേക്ക് എത്താം? രാമായണം യുദ്ധകാണ്ഡത്തിലേക്ക് എത്താം. ഇങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇനി മറ്റൊന്ന്, വേന്തർ കോന്തനയകാകി വിണ്ണൈക്കവർ മുതലായുള്ളിൽ കാന്തിച്ചേർ മുനിവർ തേടും തനിമറൈ കാതലാകി പൂന്തഴൈ കുഴലാൽ ചീതൈ പുണരണി മുലയ്ക്കു പൂൺപായാർ എന്തെഴുമരർ മരക്കർ നഞ്ചായവൻ അതിരുത്തു തെയ്യ. ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പൂന്തഴൈ കുഴലാൽ ചീതൈ എന്ന് കണ്ട ഉടനെ നിങ്ങൾ ഓർക്കണം, അത് ആരാണ്? സീതയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചീതൈ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു വാക്കുകൾ തൽഭവത്തിൽ നിന്ന് മാറ്റി മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ഭാഷയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉത്തരത്തിലെത്താം. ഒരു ഉത്തരവും നമുക്ക് മിസ്സാക്കാൻ ഉള്ളതല്ല. അതൊക്കെ നമ്മുടെ JRF-ലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് വായിക്കാം. തഴை നിഴലിലേറും നീടാർ പടൈക്കോപ്പുമായി തെയമുഖനിരിക്ക കണ്ടൊക്കെപ്പെഴന്തായി. അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട എന്താണെന്നാണ് ഞാൻ പറയാൻ വന്നത്. പടൈക്കോപ്പുമായി. എന്തുകൊണ്ടാണ് യുദ്ധകാണ്ഡം തന്നെ രാമചരിതകാരൻ എഴുതാൻ എടുത്തത് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതായത് അന്നത്തെ ആളുകൾ പണ്ട് തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പല രീതിയിലുള്ള പാട്ട് പ്രസ്ഥാനം അതുപോലെ മണിപ്രവാളം ഒക്കെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അന്നത്തെ പുരുഷന്മാരെല്ലാം തന്നെ കൂടുതലായിട്ട് യുദ്ധത്തിലേക്ക് പോകുന്ന പുരുഷന്മാരാണ്. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ്. അവരെ കാത്തിരിക്കുന്ന ഭാര്യമാരും മറ്റുള്ളവരും ഒക്കെ കൂടുതലായിട്ട് കൃതികളിൽ കാണാം. പിന്നെ മറ്റൊന്ന് മഹിളാളി പ്രാചീനത്തിലേക്ക് വരുമ്പോൾ മഹിളാളി മഹാസ്പദം എന്നൊരു വാചകം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓർക്കേണ്ടത് പട എന്നുള്ള വാക്കാണ്. പടൈക്കോപ്പുമായി. അപ്പോൾ ഈ ഒരു തഴை നിഴലിലേറും ഒരിക്കലും ഒരു പടയെ കുറിച്ച് തിരുനിഴൽ മാല സംസാരിക്കുന്നില്ല. എപ്പോഴും പടയെ കുറിച്ച് സംസാരിക്കുന്നത് യുദ്ധകാണ്ഡമാണ് രാമചരിതത്തിൽ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം? ആ ഒരു കൂട്ടം ഇപ്പം ഇപ്പോൾ പറഞ്ഞ ഈ വരി രാവണന്റെ കോട്ടയെ കുറിച്ചും കൊട്ടാരത്തെ കുറിച്ചും അതിനെ വാനരപ്പട തകർക്കാൻ വേണ്ടി വരുന്ന വരിയാണ്. അപ്പൊ നീടാർ പടൈക്കോപ്പുമായി എന്ന് പറഞ്ഞ വാക്കാണ് നിങ്ങൾ ഓർക്കേണ്ടത്. മുഴുമതി കുതികൊള്ളും മാളികപ്പന്തിയും മുരണണി മതിൽക്കല്ലും തല്ലിയെല്ലാം തകർത്തഴിവു നഗരിക്കെങ്ങും ചെയ്താർ തടുത്തരികുലവും വെന്തരും ചുറ്റിനാർ മുറ്റുമേ. നമ്മുടെ വാനരനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ, വായുപുത്രനായിട്ടുള്ള ഹനുമാന്റെ പരാക്രമത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഓരോ വരികളിലും ഓരോരുത്തരുടെയും പരാക്രമങ്ങളെ കാണാൻ നമുക്ക് സാധിക്കും. അങ്കദന്റെ വീരപരാക്രമങ്ങൾ വരുന്ന ഒരെണ്ണമുണ്ട്. ആർത്തളവൻ അലറി അനങ്കൻ
അങ്കത്തൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഓരോ വാക്കുകളെയും ഒരുമിച്ച് എഴുതിയാലും അതിനെ ചെറുതായിട്ടൊന്ന് പിരിച്ചെഴുതിയാല് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താം. ആർത്തളവൻ അലറി നങ്കതൻ കൂടാക്കമുള്ള ചലങ്ങൾ കൊണ്ടെറിന്തും എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്കദൻ എന്നുള്ളതിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ അന്നില്ലാത്തത് കൊണ്ട് നമ്മള് ആ ഒരു അക്ഷരം ഇപ്പൊ ചുങ്ക അല്ലെ അങ്ങനെ എഴുതിയിരിക്കുന്ന ആ ഇങ്കയിൽ നിന്ന് നമ്മൾ അങ്കദനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരുപാട് ചോദ്യങ്ങൾ രാമചരിതത്തിൽ നിന്നുള്ളത് പിന്നെ വരികൾ വരുന്നത് തമിഴ് മിശ്ര സാഹിത്യം എന്നുള്ള ഖണ്ഡം 4-ലാണ്. അതുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന വരി പോലെ തന്നെ പിന്നീട് ഇതുപോലെ തന്നെ വരുന്ന എല്ലാ പടയുമായി ബന്ധപ്പെട്ട വരികളാണ് നിങ്ങൾ നോക്കേണ്ടത്. അനന്തുമുടിയോടടികളോട് ഇടലെങ്കും തുണിന്തു വരുമാറുടൻ തുടുതുടുമ്പാൽ പിണിന്തളവിലെ പൊഴുന്തു പിൻ പിറന്തവൻ മെയ് അണിന്തൻ അനന്ത കൊടിയ തിരങ്ങൾ കൊണ്ടുമേ. ഇങ്ങനെയാണ് വരികൾ കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും പടയുടെ പടപ്പുറപ്പാടുകളെ കുറിച്ചുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ രാമചരിതത്തെയും തിരുനിഴൽമാലയും സാധാരണ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയാണ് വരികളിൽ നിന്ന് ഒരു കൃതിയെ കണ്ടെത്തുന്നത്. ഇനി കണ്ണാശ രാമായണം വരുമ്പോൾ അതിന്റെ രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയാണ് തിരുനിഴൽമാലയും രാമചരിതവും ഈ 2 കൃതികളാണ് മാറിപ്പോവാറുള്ളത് കണ്ടെത്തുന്നത്. നിങ്ങൾ ഇതിന്റെ വരികൾ എല്ലാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള പടലങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ തിരുനിഴൽമാല കഴിഞ്ഞിട്ട് ഇനി രാമകഥപ്പാട്ട് എന്നൊക്കെ വരുന്ന ഒരു ഭാഗമാണ്. ഇതെല്ലാം വലിയ വലിയ ഭാഗങ്ങളാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഭാഗം അല്ല എടുക്കുക. ഞാൻ ഈ ഒരു ഭാഗം നിർത്തിവെച്ചിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് പോവുകയും എന്നിട്ട് നാളത്തെ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചോദ്യം എങ്ങനെ വന്നു എന്നുകൂടി ഞാൻ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളതൊക്കെ നിങ്ങൾ കമന്റുകളായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഇതിന്റെ തുടർച്ചയല്ല, നാളെ നിങ്ങൾക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. എന്നിട്ട് 3ൽ നിന്നും വന്നിരിക്കുന്ന ഭാഗം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 1 യൂണിറ്റ് 1 വന്നിരിക്കുന്ന 2 ഭാഗങ്ങളാണ്. ഇങ്ങനെയാണ് നിങ്ങൾ JRF-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് നെറ്റ് നിങ്ങളിപ്പോ പകുതി ഭാഗം ഇതിനകത്ത് പഠിച്ചാൽ തന്നെ നെറ്റ് ഉറപ്പാണ്. പിന്നെ ഇത് മുഴുവൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ JRF ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ശുഭരാത്രി. നന്നായി പഠിക്കുക. നിങ്ങൾ ജൂൺ എക്സാം നന്നായിട്ട് എഴുതുക. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേടുന്നു. നാളത്തെ ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്.